വിസ്മയ എം നായർ. അത്ര പെട്ടെന്ന് മലയാളികൾ, മനസാക്ഷിയുള്ള മലയാളികൾ ആരും മറക്കാനിടയില്ലാത്ത മുഖവും ആ പേരുമാണ് ഞാൻ പറഞ്ഞത്, വിസ്മയ. 2021 ജൂൺ 21 ഈ പെൺകുട്ടി അവരുടെ ഭർത്തൃ വീട്ടിൽ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. വിസ്മയ തൂങ്ങി മരിക്കാനിടയായ സാഹചര്യങ്ങൾ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെ നിരന്തരമായ സ്ത്രീധന പീഡനമാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിന് തെളിവായി പോലീസ് പറയുന്നത് വിസ്മയ സുഹൃത്തുക്കൾക്കും അച്ഛനും അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ ഒക്കെയാണ് പ്രാഥമിക തെളിവുകൾ, അതായത് ഡിജിറ്റൽ തെളിവുകൾ. രണ്ടാമത് 2020 ചിറ്റുമലയിൽ വെച്ചും 2021 അതായത് പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ടു മുന്നേ നിലമേലിൽ വിസ്മയയുടെ വീട്ടിൽ വെച്ചും പുതിയ കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടായിരുന്നു. അതിന് സാക്ഷികൾ ഉണ്ടെന്നുമാണ് ഹർഷിത അട്ടല്ലൂരി IPS ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത്. അതിന് 90 ദിവസം കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കി ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കാതിരിക്കുന്ന മാതൃകയിൽ കുറ്റപത്രവും കോടതിയിൽ സമർപ്പിച്ചു. വളരെ വേഗം വിചാരണ നടന്നു. വിചാരണ കോടതി പ്രതിക്ക് 10 വർഷത്തെ കഠിന തടവും അതുപോലെ തന്നെ 12 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഒപ്പം സർക്കാർ കിരണിനെ, അതായത് പ്രതിസ്ഥാനത്തുള്ള ഭർത്താവ് കിരണിനെ, മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായിരുന്ന കിരണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇതാണ് കേസിൻ്റെ ഒരു പശ്ചാത്തലം, കേസിൻ്റെ ഒരു സംക്ഷിപ്തം. വിസ്മയയ്ക്ക് ശരിക്ക് സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ സുപ്രീം കോടതി കിരൺ എന്ന ഈ പ്രതിക്ക് ജാമ്യം നൽകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശരിക്കും ഞെട്ടൽ ഉളവാക്കുന്ന വാർത്തയാണ് കിരണിന് ജാമ്യം കിട്ടിയെന്ന വാർത്ത. കിരൺ ഓൾറെഡി പരോളിലാണ് എന്നത് മറ്റൊരു കാര്യം. പരോളിൽ ഇറങ്ങിയ പ്രതിയാണ് കിരൺ. കിരൺ എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തത്? കിരൺ വിസ്മയ എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു, സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടു. ഇത് വിസ്മയയുടെ അച്ഛൻ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞതൊക്കെ ഇന്നലത്തെ പോലെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സങ്കടം, ഈ മകളെ കിരൺ ചവിട്ടി എന്നുള്ള വാർത്തയൊക്കെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നാഭിക്ക് തൊഴിച്ചു എന്നൊക്കെ അച്ഛന് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ തന്നെ നിന്നു. കാരണം വീട്ടിലേക്ക് മടങ്ങി വന്നാൽ അച്ഛനത് ചീത്തപ്പേരാകും, അതുകൊണ്ട് വീട്ടിൽ തന്നെ നിന്നു, ഭർത്തൃ വീട്ടിൽ തന്നെ. അവസാനം ഈ പീഡകൾ സഹിക്കവയ്യാതെ ആ കുട്ടി ജീവൻ ഒടുക്കി, ജീവിതം അവസാനിപ്പിച്ചു. ഇതൊക്കെ കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ച് കുലുക്കിയ സംഭവമാണ്. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. കൃത്യമായി 90 ദിവസം തികയുന്നതിന് മുമ്പ് IPS ഉദ്യോഗസ്ഥ ഹർഷിത അട്ടല്ലൂരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കുറ്റപത്രവും സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് തെളിവുകൾ? ഡിജിറ്റൽ തെളിവുകളാണ് കൂടുതൽ. വിസ്മയയുടെ സഹപാഠികൾക്ക്, സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശം. ഭർത്തൃ വീട്ടിൽ പീഡനമാണ്, ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുന്നു, അതുപോലെ സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നു. ഇതൊക്കെ ചാറ്റിൽ ഉണ്ട്. രണ്ടാമത് കുട്ടി അച്ഛൻ അയച്ച ശബ്ദ സന്ദേശങ്ങളും ഒക്കെയാണ് ഡിജിറ്റൽ തെളിവുകളായി വരുന്നത്. അടുത്ത ഘട്ടം തെളിവുകൾ 2020 ഓഗസ്റ്റ് മാസം ചുറ്റുമലയിൽ വെച്ച് ഈ പെൺകുട്ടിയെ ഭർത്താവ് ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അസഭ്യം പറയുന്നതൊക്കെ കണ്ട സാക്ഷികളുണ്ട്. 2021 നിലമേലിലെ വീട്ടിൽ വെച്ച് പുതിയ കാറ് വേണമെന്ന് പറഞ്ഞ് വിസ്മയയെ ഇയാൾ ഉപദ്രവിക്കുന്നത് കണ്ടതിന് സാക്ഷികളുണ്ട്. ഈ സാക്ഷിമൊഴികൾ ഇത് കോടതിയിൽ നിലനിൽക്കുന്ന തെളിവുകളാണോ എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. കിരണിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചത് എൻ്റെ കക്ഷിയെ ഈ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും ഈ കേസിലില്ല എന്നാണ്. നമുക്കറിയാം ഗോവിന്ദചാമി സൗമ്യ വധക്കേസ്, അത് എങ്ങനെയാണ് ചീറ്റിപ്പോയത്? ഗോവിന്ദചാമിക്ക് വധശിക്ഷയാണ് വിധിച്ചിരുന്നത്. പിന്നീട് കോടതി അത് റദ്ദ് ചെയ്തു. കാരണം മതിയായ തെളിവുകളില്ല. അയാൾ പിടിച്ച് തള്ളുന്നത് കണ്ടു. അയാൾ തള്ളി ഈ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് താഴെ വീഴുന്നത് കണ്ടതായി ആരും സാക്ഷിമൊഴി നൽകിയിട്ടില്ല. അപ്പോൾ ആ കേസ് നിലനിൽക്കില്ല. സാക്ഷിമൊഴിയിൽ വന്ന പിഴവ്, അതാണ് സൗമ്യ വധക്കേസിലെ ലൂപ്പ് ഹോൾ ആയിരുന്നത്. ഇവിടെ പറയുന്നത് എൻ്റെ കക്ഷിക്ക്, അതായത് കിരൺകുമാറിന് വിസ്മയുടെ മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാണ് അഡ്വക്കേറ്റ് വാദിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ അഭിഭാഷകൻ വാദിക്കുന്നത് പ്രതിക്ക് വേണ്ടി. അപ്പോൾ പോലീസിന് എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? എവിടെയാണ് വീഴ്ച പറ്റിയത്? ഡിജിറ്റൽ തെളിവുകൾക്ക് കാര്യമായ പ്രസക്തിയുണ്ട് ഈ കാലയളവിൽ കോടതിയുടെ വ്യവഹാരങ്ങളിൽ എന്നത് സത്യമാണ്. ഡിജിറ്റൽ തെളിവുകൾ മതി ഈ പ്രതിയെ കുരുക്കാൻ. പക്ഷേ വാട്സപ്പ് ചാറ്റുകൾക്കും വാട്സപ്പ് സംഭാഷണങ്ങൾക്കും എത്രമാത്രം വില കൽപ്പിക്കും എന്ന് ഇനി കണ്ടറിയണം. അത് അഭിഭാഷകരുടെ മിടുക്ക് പോലെ ഇരിക്കും. വിസ്മയയ്ക്ക് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂഷൻ എന്തൊക്കെ നിരത്തുമെന്ന് നമുക്ക് ഇനിയും കണ്ടറിഞ്ഞിട്ടില്ല. സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു പരിധിവരെ വിജയിച്ചു. 10 വർഷത്തെ തടവും 12 ലക്ഷം രൂപ പിഴയും പ്രതിക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ വളരെ ഈസിയായി പ്രതി പരോളിന് ഇറങ്ങി. മറ്റു ചിലരുടെ പരോൾ വാർത്തകൾ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ചർച്ച ചെയ്യും.
TP വധക്കേസിലെ പ്രതിക്ക് പരോൾ അനുവദിച്ചു, മറ്റേ പ്രതിക്ക് പരോൾ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തേ വിസ്മയയ്ക്ക് വിലയില്ലേ സുഹൃത്തുക്കളെ? വിസ്മയ എന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഭർതൃഗൃഹത്തിൽ ജീവൻ ഒടുക്കിയെങ്കിൽ ആ പെൺകുട്ടിക്ക് വിലയില്ലേ? ആ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ ഭർത്താവിന് പരോൾ അനുവദിച്ചപ്പോൾ ഒരിടവും കണ്ടില്ല വാർത്തയും പ്രതിഷേധവും ഒന്നും. ഏതായാലും കിരൺ ഇപ്പോൾ പരോളിലുണ്ട്. അയാൾക്കാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ വച്ച വ്യവസ്ഥകൾ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന, ആ ഉത്തരവൊന്നും കൃത്യമായി കിട്ടിയിട്ടില്ല, ഞാൻ വായിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ഇയാൾ ഈ ശിക്ഷ റദ്ദു ചെയ്യണമെന്നും ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ലെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. അതിനിടെയാണ് ഇദ്ദേഹത്തിന് പരോൾ ലഭിക്കുന്നത്, ഇയാൾക്ക് പരോൾ ലഭിക്കുന്നത്. എന്നിട്ടും ഈ കേസ് ഹൈക്കോടതിയിൽ നീണ്ടു പോകുന്നത് കൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി പ്രതിക്ക് നിരുപാധിക ജാമ്യം അനുവദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹൈക്കോടതിയിൽ തീർപ്പ് ആകും വരെ ഈ ശിക്ഷ റദ്ദ് ചെയ്യുന്നു. ഈ ശിക്ഷ സെഷൻസ് കോടതി ശിക്ഷാവിധി റദ്ദ് ചെയ്യുകയാണ് എന്നാണ്. അതായത് ചുരുക്കത്തിൽ ഇയാൾക്ക് സെഷൻസ് കോടതിയുടെ ശിക്ഷ അനുസരിച്ച് ശിക്ഷാ കാലയളവിലുള്ള പരോൾ പൂർത്തിയാക്കി തിരികെ ജയിലിൽ ചെല്ലണമെന്നാണല്ലോ. ഈ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദ് ചെയ്യപ്പെടുകയും ഈ കിരൺ കുമാറിന് ഇവിടെ പുറത്ത് സുപ്രീം കോടതി നൽകിയ ജാമ്യ വ്യവസ്ഥയിൽ ഇയാൾക്ക് പുറത്ത് ജീവിക്കാം. പരോള് ബാധകമല്ല, സെഷൻസ് കോടതിയുടെ ശിക്ഷയും ബാധകമല്ലാതെ വരും, റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കണം. മേൽക്കോടതി സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിക്കണം, ശിക്ഷ റദ്ദ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഈ പ്രോസിക്യൂഷൻ നിരത്തിയ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത തെളിവുകളിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ വാദഗതികളിൽ എന്തൊക്കെയോ പിശക് ഉണ്ടെന്ന് നമുക്ക് അനുമാനിച്ചുകൂടെ? സുപ്രീം കോടതിയാണ്, പരമോന്നത കോടതിയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പരമോന്നത കോടതി എന്ന് പറയുമ്പോൾ ചുമ്മാ എല്ലാ ലൂപ്ഹോളും പരിശോധിച്ച് പഠിച്ച് അതിനുശേഷമായിരിക്കും വിധി പറയുക. അപ്പോൾ അങ്ങനെ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇയാൾക്ക് ജാമ്യവും സെഷൻസ് കോടതി ശിക്ഷ റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റപത്രത്തിൽ എന്തൊക്കെയോ പഴുതുകളുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ആ പഴുതുകൾ വരുത്തിയത് ആരാണ്? കേരള പോലീസ്. അന്വേഷണത്തിൽ പഴുതുകളുണ്ട്. ജാമ്യത്തിലുള്ള പ്രതിക്ക് ഉറപ്പായും ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയും. ഈ സാക്ഷികൾ, 2 സാക്ഷികൾ 2020 2021 അട്രോസിറ്റി മോശം പ്രവർത്തികൾ കണ്ടു എന്ന് പറയുന്ന സാക്ഷികൾ നാളെ മൊഴിമാറ്റി പറഞ്ഞാൽ, ഹൈക്കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? തീർന്നില്ലേ അവിടെ? ഒരുപക്ഷെ വിസ്മയുടെ അച്ഛൻ ഉറച്ചു നിൽക്കുമായിരിക്കും, അടുത്ത ബന്ധുക്കളോ ആരെങ്കിലും ഉറച്ചു നിൽക്കുമായിരിക്കും. മറ്റുള്ള ആളുകൾ മൊഴിമാറ്റി പറഞ്ഞാലോ തീർന്നു ആ കേസ്. അതുപോലെ ഡിജിറ്റൽ തെളിവുകൾ, അതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. സുപ്രീം കോടതി ആ തെളിവുകളും പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ. ആ തെളിവുകളും പരിശോധിച്ച ശേഷമാകുമല്ലോ കിരണിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ് എൻ്റെ കക്ഷിയെ ഈ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള തെളിവുകളില്ല എന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചത്. ഏതായാലും സൗമ്യ വധക്കേസിലെ പ്രതിയൊക്കെ രക്ഷപ്പെട്ടതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന് കിരണിന് ജാമ്യം ലഭിച്ചതോടുകൂടി വിസ്മയ കേസും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കിരൺ ശിക്ഷിക്കപ്പെടുമോ, അല്ലെ ശിക്ഷ പൂർത്തിയാക്കാൻ പറ്റുമോ, കിരണിന് സെഷൻസ് കോടതി വിധിച്ച ശിക്ഷ നിലനിൽക്കുമോ എന്നൊക്കെ വളരെ വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. തീർച്ചയായും പോലീസിൻ്റെ അന്വേഷണത്തിലെ പഴുതുകൾ തന്നെയാകണം, അല്ലെങ്കിൽ അന്വേഷണത്തിലെ വീഴ്ചകൾ തന്നെയാകണം ഇങ്ങനെയൊരു ദുരവസ്ഥ വിസ്മയയുടെ ലൈഫിനും ഉണ്ടാക്കിക്കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.